നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ റഫേൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ വ്യാപക നാശം. കരയുദ്ധത്തിന് മുന്നോടിയായുള്ള നീക്കമാണ് ഷെല്ലാക്രമണമെന്ന് വിലയിരുത്തലുണ്ട്. അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളെ അവഗണിച്ച് കരയാക്രമണവുമായി മുന്നോട്ട് പോകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഷെല്ലാക്രമണം ഉൾപ്പെടെ പലസ്തീൻ 24 മണിക്കൂറിനിടെ 51 പേരാണ് കൊല്ലപ്പെട്ടത്. 75 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ 34,356 പേരാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത്. 77,368 പേർക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബാങ്കിലെ നുസൈറത്തിൽ ഫലസ്തീനി ഇസ്രായേൽ പൗരൻ വെടിവെച്ചു കൊന്നതായും റിപ്പോർട്ടുണ്ട്. റഫ തീരത്ത് പലസ്തീനി മത്സ്യത്തൊഴിലാളിയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു. വെടിവെപ്പിൽ മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ മാസം റഫേൽ ആക്രമണം നടത്താനുള്ള സൈന്യത്തിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെങ്കിലും ആക്രമണത്തിന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനും ഒക്ടോബർ 7 ആക്രമണത്തിൽ ബന്ദികളാക്കിയ ബാക്കി 133 പേരെ മോചിപ്പിക്കാനും ഒരു ആക്രമണം അനിവാര്യമാണെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. അവരിൽ ഭൂരിഭാഗവും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്നു. നിരവധി ഫലസ്തീനികളെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനിൽ ഈ വർഷം ആദ്യം ഇസ്രായേലിൽ 2 ബന്ദികളെയാണ് റാഫയിൽ നിന്ന് മോചിപ്പിച്ചത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായുള്ള താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകളിൽ ഇസ്രായേൽ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു അധിനിവേശ ഭീഷണികൾ. എന്നാൽ ആ ചർച്ചകൾ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ നടന്നെങ്കിലും ചർച്ചകൾ സ്തംഭിച്ച നിലയിലാണ്. റഫ പിടിച്ചെടുക്കുമെന്നും ഹമാസ് ബറ്റാലിയനുകൾ പിരിച്ചുവിടണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. ഈ ആശങ്കകൾക്കിടയിലാണ് റഫയെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിലെ ആക്രമണം ഉണ്ടാകുന്നത്. ആഴത്തിലുള്ള ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നതാണ് ഇസ്രായേലിന്റെ ഈ നീക്കം. തുരങ്കങ്ങളും ഹമാസിന്റെ ഒളിത്താവളങ്ങളും റഫയിലെ 5 പ്രദേശങ്ങളിൽ ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആഴ്ചകളായി മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരും ബൈഡൻ ഭരണകൂടത്തിലെ അംഗങ്ങളും റാഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്ത് നടത്തി വരികയാണ്. ഈ പദ്ധതികളിൽ ചിലത് ഈജിപ്തുമായും പങ്കിട്ടിട്ടുണ്ടെന്ന് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ NPR-നോട് പറഞ്ഞിരുന്നു. തുരങ്കങ്ങൾ എന്ന് സംശയിക്കുന്ന പ്രദേശങ്ങൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നതിനാൽ ഫലസ്തീൻ സിവിലിയന്മാർ കൊല്ലപ്പെടുകയും മരണസംഖ്യ ഉയരുകയും ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന റഫേൽ നിലവിൽ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് അഭയം തേടിയ ദശലക്ഷത്തിലധികം ഫലസ്തീനികൾ താമസിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നാടുവിടൽ സാധ്യതയിൽ പലരും അഗാധമായ ഭയം പ്രകടിപ്പിക്കുന്നു. ഗാസയിലെ ദൗത്യങ്ങൾക്കായി 2 റിസർവ് ബ്രിഗേഡുകളെ അണിനിരത്തിയതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. റഫയെ ആക്രമിക്കാനുള്ള ദീർഘകാല പദ്ധതിക്ക് US ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ആയിരക്കണക്കിന് സിവിലിയൻ കൂട്ടമരണത്തിന് കാരണമാക്കുമെന്നും സഹായ വിതരണത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുമെന്നും പറയുന്നു. ഈജിപ്ഷ്യൻ അതിർത്തിയിലെ പട്ടണത്തിന്റെ സ്ഥാനം കണക്കിലെടുത്ത് റഫേലെ ഏത് വലിയ ഗ്രൗണ്ട് ഓപ്പറേഷനും വാഷിംഗ്ടണും കെയ്റോയുമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഗാസയിലെ പലസ്തീനികളെ അതിർത്തി കടന്ന് തങ്ങളുടെ പ്രദേശത്തേക്ക് തള്ളിവിടാൻ അനുവദിക്കില്ലെന്ന് ഈജിപ്ത് നേരത്തെ പറഞ്ഞിരുന്നു. റഫയിലേക്ക് നീങ്ങുന്നതിനെതിരെ കെയ്റോ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് വലിയ മാനുഷിക കൂട്ടക്കൊലകൾക്കും നഷ്ടങ്ങൾക്കും വ്യാപകമായ നാശത്തിനും ഇടയാക്കുമെന്നും സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് പറയുന്നു. ആയിരക്കണക്കിന് സൈനികരെയാണ് റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണത്തിന് ഇസ്രായേൽ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. ആക്രമണത്തിന് മുന്നോടിയായി റഫയിൽ നിന്ന് ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ 10 മുതൽ 12 പേർ വരെ ഉൾക്കൊള്ളുന്ന 40,000 ടെന്റുകളാണ് പ്രതിരോധ മന്ത്രാലയം വാങ്ങിയതെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു. ഓൺലൈനിൽ പ്രചരിക്കുന്ന ഫുട്ടേജുകൾ റാഫയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള ഖാൻ യൂനിസിൽ ചതുരാകൃതിയിലുള്ള വെളുത്ത കൂടാരങ്ങൾ നിരത്തിയതായി കാണിക്കുന്നു. സാറ്റലൈറ്റ് കമ്പനിയായ മാക്സൽ ടെക്നോളജീസിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഖാൻ യൂനിസിൽ ഒഴിഞ്ഞ ഭൂമിയിൽ ടെന്റുകൾ സ്ഥാപിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.